അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. എന്താണെന്നാ, വാഴക്കൂമ്പ് തോരൻ. അത് വീട്ടിലെ തന്നെ വാഴക്കൂമ്പാണ് കേട്ടോ. 2 കൂമ്പുണ്ടായിരുന്നു. മറ്റേ കർപ്പൂര വല്ലി വാഴയുടെ ഒരു കൂമ്പും പാളയംകുടം വാഴയുടെ ഒരു കൂമ്പും 2 കൂടി ഞാൻ തോരൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ തോരൻ റെഡി. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സംഭവം. ഈ തോരനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇത്തിരി അധികം എടുക്കാം കേട്ടോ. ഇത് നല്ല ഫൈബർ കണ്ടൻറ്റുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. കുറച്ച് വാഴയുണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ എടുക്കാറുണ്ട്. പിണ്ടിയും എടുക്കാറുണ്ട്, ഇതുപോലെ വാഴക്കൂമ്പും എടുക്കാറുണ്ട്. അപ്പോൾ അതല്പം എടുക്കാം. പിന്നെ കുറച്ച് കോവക്ക ഇരുന്ന് വെച്ച് അതും ഞാൻ തോരൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയത്, കോവക്ക തോരൻ. അപ്പോൾ അതല്പം എടുക്കാം. 2ഉം തോരനാണ്, മെഴുക്ക് പുരട്ടിയൊന്നും റെഡിയാക്കിയില്ല. അല്പം കോവക്കാത്തോരൻ എടുക്കാം. പിന്നെ ഉള്ളത് പാമുള്ളനാണ്. പാമുള്ളൻ തിളപ്പിച്ച കറിയാണിത്. ഇതിനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെന്നാണ് പറയണമെന്ന് എനിക്കറിയില്ല. ഇത് ചെറിയ ടൈപ്പ് പാമുള്ളനാണ്, തിളപ്പിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള സംഭവമാണിത്. പിന്നെ കഴമ്പൊക്കെ വളരെ കുറവായിരിക്കും. ഇത് വറുക്കാനാണ് ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തിളപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പാമുള്ളനും ഉണ്ട്, അത് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി. ഇത്തിരി അച്ചാർ കൂട്ടണം, അച്ചാറുണ്ട്, അതും കൂട്ടണം. പാമുള്ളൻ ഞാൻ എടുക്കണമെന്നില്ല ഇന്ന് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടിയാണ് ഞാൻ കഴിക്കാൻ പോണത്. ആദ്യം നമുക്ക് കുടപ്പന എടുക്കാം. കുടപ്പൻ സൂപ്പറാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഗുണമുള്ള സംഭവമാണ് കേട്ടോ. വാഴക്കൂമ്പ് തോരൻ, വാഴക്കൂമ്പ് പിണ്ടിയൊക്കെ. കോവക്ക നല്ല കിളുന്ത് കോവക്കയായിരുന്നു, നാടനുമായിരുന്നു. അപ്പോൾ ഇത്തിരി വില കൂടുതലാണെന്നേ ഉള്ളൂ നാടനാണെങ്കിൽ. അതും തോരൻ വെച്ചതും ഈ വാഴക്കൂമ്പ് തോരനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മീനൊക്കെ അപ്പനും മോനും കൂടി കഴിച്ചോളും. എന്താണെന്നറിയാമല്ലോ എന്തുകൊണ്ടാണ് അത് കഴിക്കാൻ തോന്നാത്ത, തിളപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ അങ്ങനെ തിളപ്പിക്കുകയേ ചെയ്യുള്ളൂ, പുളിയിട്ട് അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. വാഴക്കൂമ്പ് തോരൻ, കോവക്ക മെഴുക്ക് തോരൻ, പാമുള്ളൻ തിളപ്പിച്ചത്. അച്ചാറുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു കഷ്ണം അച്ചാറെടുക്കും ലാസ്റ്റ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.